സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ് ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറി. സോ ഇങ്ങനെ ബ്രാഞ്ച് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നോറെപ്പിനെഫ്രിൻ ഉണ്ട്, ഇതിന്റെയൊക്കെ പ്രിക്കോസർ ആണ് ആരാ? ഈ ടൈറോസിൻ എന്ന് പറയുന്നത്. സോ ഈ ടൈറോസിനിൽ നിന്നാണ് ആക്ച്വലി തൈറോക്സിൻ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്ന് തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഇത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് കോഴ്സ്, നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കൂടാതെ ഈ ക്ലാസിന്റെ പൂർണ്ണ രൂപം നമ്മുടെ ക്ലാസ്സിൽ ആക്ച്വലി നമ്മുടെ റെഗുലർ ബാച്ച് അല്ലെങ്കിൽ ക്രാഷ് ബാച്ചിനും ഒക്കെ അവൈലബിൾ ആണ്. ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പോൾ ഇന്ന് മെയ് 12 ആണ് അല്ലേ. എല്ലാവർക്കും അറിയാമല്ലോ, മെയ് 12 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ നഴ്സസ് ഡേ ആണ്. അപ്പോൾ എല്ലാ നഴ്സസിനും എൻ്റെ ഭാഗത്തു നിന്നും കൂടാതെ നമ്മുടെ എജൂസ് അക്കാഡമിയുടെ ഭാഗത്തു നിന്നുള്ള നഴ്സസ് ദിനാശംസകൾ നേരുന്നു. എല്ലാവർക്കും ഹാപ്പി നഴ്സസ് ഡേ. അപ്പോൾ നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിന് ഇനി ഏകദേശം എത്ര ദിവസം ഉണ്ടാവും? 67 ദിവസം അല്ലേ. നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ 67 ദിവസമാണ് വരിക. അപ്പോൾ നമ്മുടെ പഠനമൊക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് സ്പീഡ് കൂട്ടാൻ അല്ലെങ്കിൽ ഗിയർ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി അധികം ദിവസം ഇല്ല, നമുക്ക് 67 ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുകയാണ് ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ, ഇതുവരെ ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിച്ചു തുടങ്ങിയാൽ മതിയോ എന്ന് എന്നോട് പലരും ചോദിക്കുന്നുണ്ട്. അവർക്കുള്ളൊരു ഉത്തരമാണ് ശരിക്കും മതി കേട്ടോ. ഇനി പഠിച്ചു തുടങ്ങിയാലും മതി. പക്ഷെ ഇനി പഠിക്കുമ്പോൾ കുറച്ച് ആത്മാർത്ഥമായിട്ട് പഠിക്കണം. അതായത് വളരെ നിങ്ങളുടെ മാക്സിമം ടൈം ഈ 67 ദിവസവും നിങ്ങളുടെ എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സിലബസ് ഒന്നാമത് കംപ്ലീറ്റ് ചെയ്യാം, കുറച്ച് റിവിഷൻസ് ചെയ്യാം, അത് കൂടാതെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ ശരിക്കുള്ള എക്സാമിന് വേണ്ടി പോകാനായിട്ട് കഴിയും കേട്ടോ. അപ്പം ഇൻ കേസ് നിങ്ങൾ ഇതുവരെ ആരും എവിടെയെങ്കിലും ചേർന്ന് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം നിങ്ങൾ വിചാരിച്ച പോലെ നീങ്ങുന്നില്ല, സ്വന്തമായിട്ട് പഠിക്കാം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ സിലബസ് ഇത്രയും വലിയ സിലബസ് അല്ലേ, ഒത്തിരി വാസ്റ്റ് സിലബസ് ആണ്. സോ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആക്ച്വലി ഒരു പുതിയ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, ആ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, പഠനത്തോടൊപ്പം റിവിഷൻ കൊണ്ടുപോവുക, കൂടാതെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു കേരള ഗവൺമെന്റിന്റെ സ്റ്റാഫ് നഴ്സ് ആകാനായിട്ട് കഴിയട്ടെ. അപ്പം ആക്ച്വലി ഇന്ന് നമ്മുടെ ആക്ച്വലി ഡിസ്കഷൻ വേണ്ടി ഒരു വളരെ ചെറിയൊരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. പലരും നമ്മളോട് ടോപ്പിക്സ് ഡിസ്കഷൻ ഒക്കെ ചോദിച്ചിരുന്നു അല്ലെ. നമ്മൾ നേരത്തെ JPHN എക്സാമിനൊക്കെ ചെയ്തതുപോലെ ആ ടോപ്പിക് ഡിസ്കഷൻ ഒക്കെ ചോദിച്ചിരുന്നു. വളരെ ഷോർട്ട് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രീഫ് ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലെ. തൈറോയ്ഡ് ഗ്ലാൻഡ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അനാട്ടമി പഠിക്കാനുണ്ട്, ഫിസിയോളജി പഠിക്കാനുണ്ട്, കൂടാതെ ഇതിന്റെ ഡിസീസ് കണ്ടീഷൻസും ഒക്കെ പഠിക്കാനുണ്ട് അല്ലെ. സോ ഇതിൽ വളരെ ബ്രീഫ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ആക്ച്വലി വെറുതെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയല്ല, ഈ ഡിസ്കഷനോടൊപ്പം തന്നെ ആക്ച്വലി അനിമേഷൻ വീഡിയോ കേട്ടോ, അനിമേഷൻ വീഡിയോയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആകുന്ന തരത്തിൽ ഉള്ള ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്കെല്ലാം നല്ല വിജയം നേടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ നമുക്കറിയാലേ, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന കാര്യം എന്താണ്? ഇത് നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് അല്ലെ. നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇതാണ്, തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. നെക്സ്റ്റ് അതിന്റെ ഷേപ്പ് അല്ലേ, അതിന്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. എന്താണ്? ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആണ്, അല്ലെങ്കിൽ ചിത്രശലഭത്തിന്റെ ഷേപ്പിലാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇരിക്കുക. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 25 to 30 ഗ്രാം ആണ് കേട്ടോ. 25 മുതൽ 30 ഗ്രാം ആണ് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ വെയിറ്റ് ആയിട്ട് വരിക. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ലൊക്കേറ്റഡ് ഇൻഫീരിയർ ടു ദ ലാരിങ്സ് അല്ലെ, നമ്മുടെ ലാരിങ്സിന്റെ താഴെയായിട്ട് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ട്രക്കിയ അല്ലെ. ഇതാണ് നമ്മുടെ ട്രക്കിയ. യെസ്, കാണിക്കാം. യെസ്, ഇതാണ് നമ്മുടെ ട്രക്കിയ അല്ലെ. അപ്പം ട്രക്കിയയുടെ രണ്ടു വശത്തും ബട്ടർഫ്ലൈ ഷേപ്പിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാലേ, ഇതൊരു മെറ്റബോളിക് ഗ്ലാൻഡ് ആണ്. സോ ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ട്രക്കിയ ഏത് ലെവലിലാണ് ചോദിക്കാം, ഏത് ലെവലിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ C5 to C7 അല്ലെ, സെർവൈക്കൽ ലെവൽ 5 to 7 ആൻഡ് T1 വെർട്ടിബ്രേ ആ ലെവലിലാണ് ആക്ച്വലി തൈറോയ്ഡ് ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യുക. ഇത് ഹൈലി വാസ്കുലാർ ആയിട്ടുള്ള, വാസ്കുലാർ എന്ന് പറഞ്ഞാൽ അറിയാലേ, ബ്ലഡ് സപ്ലൈ വളരെ ഹൈ ആയിട്ടുള്ള
ബോഡിയിൽ വളരെ റിച്ച് ആയിട്ട് ബ്ലഡ് സപ്ലൈ ഉള്ള ഒരു ഗ്ലാൻഡ് ആണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് ബ്ലഡ് സപ്ലൈ. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഓർത്തിരിക്കാം. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ആർട്ടീരിയൽ സപ്ലൈ വരുന്നത് സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി. കേട്ടോ, എന്താണ് സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി? അങ്ങനെ ആയിരിക്കില്ല കേട്ടോ എക്സാമിന് ചോദിക്കുക, കാരണം ഇത് വളരെ ഈസിയാണ് അല്ലേ. സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി കൂടാതെ ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറി ആണ് ആക്ച്വലി തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ആർട്ടീരിയൽ സപ്ലൈ കൊടുക്കുക. അതേസമയം ഈ സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി ഏത് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ്? അങ്ങനെ ആയിരിക്കും കേട്ടോ ചോദിക്കുക. അപ്പൊ സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി അല്ലെ, എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാമേ. ഇതാണ് ആക്ച്വലി നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ആർട്ടീരിയൽ ബ്ലഡ് സപ്ലൈ വരുന്ന ഒരു ഡയഗ്രാം ആണ്. സോ ഇത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. സോ അതിന് സുപ്പീരിയർ, അതായത് അതിന്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ സുപ്പീരിയർ പോർഷനിലെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആരാണ്? സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി. ഈ കാണുന്നുണ്ടല്ലോ, ഈ സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി ഏത് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ്? എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ് സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി എന്ന് പറയുന്നത്. കൂടാതെ അതിന്റെ ഇൻഫീരിയർ പോർഷൻ സപ്ലൈ ചെയ്യുന്ന ആർട്ടറി ഏതാണ്? ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറി. ഇതാണ് ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറി. സോ ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറി ആണ് എന്തിന് സപ്ലൈ ചെയ്യുക? ഇൻഫീരിയർ പോർഷൻ ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് സപ്ലൈ ചെയ്യുക. ഈ ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറി ഏത് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ്? യെസ്, അത് നമുക്കിവിടെ കാണാം, സബ്ക്ലേവിയൻ ആർട്ടറി അല്ലെ. സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ് ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറി. സോ ഇങ്ങനെ ബ്രാഞ്ച് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് ആക്ച്വലി പെയർഡ് ആണ്, രണ്ട് വശത്തുമുണ്ട് അല്ലെ. സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി രണ്ട് വശത്തുണ്ട്, ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറിയും രണ്ട് വശത്തുണ്ട്. അത് കൂടാതെ അപ്പം 4 ആർട്ടറി ആയ കൂടാതെ ഒരു ആർട്ടറി കൂടെ ഉണ്ട്. അതിന് നമ്മൾ പറയുന്നത് തൈറോയ്ഡ് എമ ആർട്ടറി എന്നാണ്. തൈറോയ്ഡ് IMA എന്ന് എഴുതിയിട്ട് നമ്മൾ എമ എന്ന് വായിക്കുക കേട്ടോ. തൈറോയ്ഡ് എമ ആർട്ടറി ഇതാണെങ്കിലോ അൺപെയർഡ് ആയിട്ടുള്ള ഒരു ആർട്ടറിയാണ്. നമുക്ക് ഈ ഡയഗ്രത്തിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഈ ഡയഗ്രത്തിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഇതാണ് നമ്മുടെ എന്ത് വരിക? തൈറോയ്ഡ് ഇമ ആർട്ടറി എന്ന് പറയുക. അതേസമയം വീനസ് ഡ്രെയിനേജ് വരുന്നത് ഡ്രെയിൻസ് ഇൻടു ഇന്റേണൽ ജുഗുലാർ വെയിൻസ് അല്ലെ. നമ്മുടെ ഇന്റേണൽ ജുഗുലാർ വെയിൻസിലേക്കാണ് ഇതിന്റെ വീനസ് ഡ്രെയിനേജ് പോവുക. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് തൈറോയ്ഡ് സെൽസ് ആണ്. സോ ഈ തൈറോയ്ഡ് സെൽസ് കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? തൈറോയ്ഡ് ഫോളിക്കിൾസ് കേട്ടോ. തൈറോയ്ഡ് ഫോളിക്കിൾസ് വെച്ചിട്ടാണ് തൈറോയ്ഡ് സെൽസ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിന്റെ 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ഫോളിക്കുലാർ സെൽസും 2 പാരാഫോളിക്കുലാർ സെൽസ് അല്ലെങ്കിൽ സി സെൽസ് എന്ന് പറയും കേട്ടോ. അതിൽ ആക്ച്വലി ഈ ഫോളിക്കുലാർ സെൽസ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ഈ ഡയഗ്രത്തിൽ കാണാവേ. ഇതാണ് ആക്ച്വലി എന്താ? ഫോളിക്കുലാർ സെൽസ് കേട്ടോ. ഇതാണ് ഡയഗ്രത്തിൽ കാണാം. യെസ്, ഇതാണ് നമ്മുടെ എന്താ പറയുക? ഫോളിക്കുലാർ സെൽസ്. ഇതാണ് ഫോളിക്കുലാർ സെൽസ് എന്ന് പറയുക. അതേസമയം നമ്മുടെ പാരാഫോളിക്കുലാർ സെൽസ് എന്ന് പറഞ്ഞാൽ ഈ ഫോളിക്കുലാർ സെൽസിന് ഇടയിൽ വരുന്ന ചെറിയ സെൽസ് ആണ് പാരാഫോളിക്കുലാർ സെൽസ് അല്ലെങ്കിൽ സി സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോളിക്കുലാർ സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുക. കൂടാതെ പാരാഫോളിക്കുലാർ സെൽസ് ആണ് നമ്മുടെ കാൽസിറ്റോണിനെ സെക്രീറ്റ് ചെയ്യുക. ആക്ച്വലി എന്താ ഫംഗ്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഇവിടെ പറയാതെ പോകുന്നത്. പാരാഫോളിക്കുലാർ സെൽസ് എന്ത് ചെയ്യുന്നു? കാൽസിറ്റോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. യെസ്, നെക്സ്റ്റ് നമ്മൾ ഫംഗ്ഷൻസ് കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ മെയിൻലി നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഈ തൈറോക്സിൻ അല്ലെങ്കിൽ T4. ഇത് ആക്ച്വലി ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ രസകരമായിട്ട് നമ്മുടെ അനിമേഷൻ വീഡിയോയിലൂടെ ഇതിന്റെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും കേട്ടോ. സോ തൈറോക്സിൻ എന്ന് പറയുന്നത് T4 ആണ്. കണ്ടെയ്ൻസ് എത്രയാണ്? 4 അയോഡിൻ ആറ്റംസ്, 4 അയോഡിൻ ആറ്റംസ് ഉണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ബേസൽ മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് തൈറോക്സിൻ ഹോർമോണിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. കൂടാതെ നെക്സ്റ്റ് വരുന്നത് T3 അല്ലെങ്കിൽ ട്രൈ അയഡോ തൈറോണിൻ. ഇതിന് ആക്ച്വലി T3 ട്രൈ എന്ന് പറയുമ്പോൾ 3 എന്തുണ്ട്? അയഡിൻ ആറ്റംസ് ഉണ്ട് കേട്ടോ. 3 അയഡിൻ ആറ്റംസ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു 5 മടങ്ങെങ്കിലും മോർ പൊട്ടന്റ് ദാൻ T4. T3 എന്ന് പറയുന്നത് കൂടുതൽ പൊട്ടന്റ് ആണ് എന്താണ്? T4 കമ്പയർ ചെയ്യുമ്പോൾ. കൂടാതെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? മെറ്റബോളിസത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഗ്രോത്ത്, പിന്നെ നെർവസ് സിസ്റ്റം ഡെവലപ്മെന്റിനൊക്കെ ഈ T3 ഹോർമോൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് കാൽസിറ്റോണിൻ ആണ്. കാൽസിറ്റോണിൻ അറിയാലേ, റെഗുലേറ്റ്സ് കാൽഷ്യം ഹോമിയോസ്റ്റാസിസ് ബൈ ലോവറിംഗ് ദ പ്ലാസ്മ കാൽഷ്യം ലെവൽസ്. നമ്മുടെ ബോഡിയിലെ പ്ലാസ്മയിലെ കാൽഷ്യം ലെവൽസിനെ കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ബ്ലഡിലെ പ്ലാസ്മയിലെ കാൽഷ്യം ലെവൽസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ കാൽസിറ്റോണിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരിക. നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് തൈറോയ്ഡ് ഹോർമോൺസിന്റെ റെഗുലേഷൻ ആണ് കേട്ടോ. ഈ തൈറോയ്ഡ് ഹോർമോൺസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക കേട്ടോ, എങ്ങനെയാണ് സെക്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് കാണാനായിട്ട് പോവുക. ആക്ച്വലി ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ഇതിന് ആക്ച്വലി ഏത് മെക്കാനിസം വഴിയാണ് ഈ തൈറോയ്ഡ് ഹോർമോൺസിന്റെ റെഗുലേഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കേട്ടോ. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ വഴിയാണ് ആക്ച്വലി ഈ തൈറോയ്ഡ് ഹോർമോൺസിന്റെ റെഗുലേഷൻ നടക്കുക. മെയിൻലി വരുന്നത് ഹൈപ്പോതലാമസിൽ നിന്ന് തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺസ്
പ്രൊഡ്യൂസ് ചെയ്യുന്നു കേട്ടോ. എന്താണ് നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്ന് തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, TSH അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് കേട്ടോ, പിറ്റ്യൂട്ടറിൽ നിന്ന് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു. ഈ TSH നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ എത്തുന്നു. തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, T3, T4 കൂടാതെ കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷന്റെ മെക്കാനിസം ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ അനാട്ടമി കൂടാതെ തൈറോക്സിന്റെ ഫോർമേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അനിമേഷൻ വീഡിയോയുടെ സഹായത്തോടു കൂടി കാണുന്നു. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ് അല്ലെ. ഇത് ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്, നമ്മൾ കണ്ടിരുന്നു. ഇത് ആക്ച്വലി എന്താണ്, ഒരു ബട്ടർഫ്ലൈ. ഇതാണ് നോക്കിക്കുക, ഇതാണ് ആന്റീരിയർ വ്യൂ, അതായത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ അല്ലേ. സോ ഇവിടെ നമുക്ക് കാണാം ഇതൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് ഇരിക്കുക അല്ലെ. സോ ഇത് ആന്റീരിയർ വ്യൂ ആണ്. നമുക്ക് അതിന്റെ പോസ്റ്റീരിയർ വ്യൂ ഒന്ന് നോക്കാം. പോസ്റ്റീരിയർ വ്യൂ കണ്ടോ, ഇതാണ് ഇതിന്റെ പോസ്റ്റീരിയർ വ്യൂ, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കണ്ടോ. ആക്ച്വലി ഇതിന്റെ ബാക്കിൽ എന്ത് വരുന്നുണ്ട്, ബട്ടൺ ഷേപ്പില് ഒരു 4 സ്ട്രക്ചേഴ്സ് ഇരിക്കുന്ന കാണുന്നുണ്ടോ, ബട്ടൺ ഷേപ്പ് സ്ട്രക്ചേഴ്സ്. ഇതെന്താണ്, ഇതാണ് ആക്ച്വലി നമ്മുടെ പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഇത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. ഇതാണ്, ഇത് ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡ് ആണ്. ഇതിന്റെ ബ്ലഡ് സപ്ലൈ ആണ് ആക്ച്വലി ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ. ഇതാണ് സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി, കൂടാതെ താഴെ നിന്ന് വരുന്നത് ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറീസ് അല്ലെ. സോ ഇതാണ് നമ്മുടെ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ അനാട്ടമി ആയിട്ട്, നമുക്ക് ഗ്രോസ് അനാട്ടമി ആയിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് തൈറോക്സിൻ അല്ലെ. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഒരു ഹോർമോൺ ആണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. വേറൊരെണ്ണം നമ്മൾ പഠിച്ചു അല്ലെ, എന്തായിരുന്നു, T3 അല്ലെ, അല്ലെങ്കിൽ ട്രൈ ഐഡോ തൈറോയ്ഡ്. സോ നമ്മൾ ഇവിടെ കാണുന്നത് ഈ തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ്. സോ ആക്ച്വലി ഈ തൈറോക്സിൻ ഹോർമോൺ കേട്ടോ, തൈറോക്സിൻ ഹോർമോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു പേരെന്താണ്, T4 അല്ലെ, അല്ലെങ്കിൽ ടെട്രാ ഹൈഡോ തൈറോയിഡിൻ. ടെട്ര എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 അല്ലെ. അപ്പൊ എന്തുകൊണ്ടായി തൈറോക്സിന് ടെട്രാ ഹൈഡോ തൈറോയിഡിൻ എന്ന പേര് വരാൻ കാരണം വേറൊന്നുമല്ല, ഒരു തൈറോക്സിൻ കേട്ടോ, ഒരു തൈറോക്സിൻ മോളിക്യൂളിൽ എന്ത് സംഭവിക്കുന്നു, 4 അയഡിൻ വന്നിട്ട് അറ്റാച്ച് ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ടെട്രാ ഹൈഡോ തൈറോയിഡിൻ എന്ന് തൈറോക്സിനെ പറയാനുള്ള കാരണം കേട്ടോ. ഇത്രയും മനസ്സിലായല്ലോ. നമുക്ക് ഇനി ആക്ച്വലി ഇതിന്റെ ഫോർമേഷൻ നോക്കാം. ഇതിന്റെ ബേസിക് ഫോർമേഷൻ എന്ന് പറയുന്നത് ടൈറോസിൻ എന്ന അമിനോ ആസിഡിൽ നിന്നാണ്. നിങ്ങൾ ടൈറോസിൻ അമിനോ ആസിഡ് പലയിടത്തും കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് ടൈറോസിൻ അമിനോ ആസിഡ് എന്ന് പറയുക, അതായത് തൈറോക്സിൻ ഹോർമോണിന്റെ പ്രിക്കോഴ്സർ ആണ്. കൂടാതെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഡോപ്പാമിൻ ഉണ്ട്, എപ്പിനെഫ്രിൻ ഉണ്ട്, നോറെപ്പിനെഫ്രിൻ ഉണ്ട്. ഇതിന്റെയൊക്കെ പ്രിക്കോഴ്സർ ആണ് ആരാ, ഈ ടൈറോസിൻ എന്ന് പറയുന്നത്. സോ ഈ ടൈറോസിനിൽ നിന്നാണ് ആക്ച്വലി തൈറോക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക. നമുക്ക് ഈ അനിമേഷനിൽ കാണാം, തൈറോസിൻ അമിനോ ആസിഡ്സ് എന്ത് ചെയ്യുന്നു, പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു കേട്ടോ. തൈറോസിൻ അമിനോ ആസിഡ്സ് പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഓരോ ടൈറോസിൻ അമിനോ ആസിഡിൽ എന്ത് സംഭവിക്കുന്നു, 2 അയഡിൻ മോളിക്യൂൾ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം ആക്ച്വലി ഈ അയഡിൻ ആറ്റംസ് അറ്റാച്ച് ചെയ്തതിനു ശേഷം 2 മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ബൈൻഡ് ചെയ്തിട്ട് ഒരു തൈറോക്സിൻ കാണുന്നുണ്ടോ, 2 അയഡിൻ ആറ്റംസ് 2 മോളിക്യൂൾസ് ബൈൻഡ് ചെയ്തിട്ട് ഒരു തൈറോക്സിൻ ഹോർമോൺ ഉണ്ടാകുന്നു. അത് പതുക്കെ സബ്സിക്വന്റ്ലി അത് ബ്ലഡ് സ്ട്രീംസിലേക്ക് റിലീസ് ആകുന്നു. അവിടെ നിന്ന് അത് സെൽസിൽ റീച്ച് ആകുന്നു. സോ ഇതാണ് ആക്ച്വലി തൈറോക്സിൻ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ വരിക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് തൈറോക്സിൻ ഹോർമോണിന്റെ പ്രിക്കേഴ്സർ എന്താണ്, നമ്മളിപ്പോ കണ്ടു അല്ലെ, ടൈറോസിൻ ആണ് തൈറോക്സിൻ ഹോർമോണിന്റെ പ്രിക്കേഴ്സർ. കൂടാതെ ഒരു തൈറോക്സിൻ ഹോർമോണിൽ എത്ര അയഡിൻ ആറ്റംസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഒരു തൈറോക്സിൻ ഹോർമോണിൽ 4 അയഡിൻ ആറ്റംസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. ആക്ച്വലി അപ്പം എന്താണ് ഇത്രയും, അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് അനാട്ടമി കൂടാതെ നമ്മുടെ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ, ഇത്രയാണ് നമ്മൾ ആക്ച്വലി ഇന്നത്തെ ഈ അനിമേഷൻ നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് എക്സാമിന് അധികം ദിവസമില്ല, ഏകദേശം 67 ദിവസം മാത്രമേ ഉള്ളൂ. ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ നടക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കൂടാതെ ഈ ക്ലാസിന്റെ പൂർണ്ണ രൂപം നമ്മുടെ ക്ലാസ്സിൽ ആക്ച്വലി നമ്മുടെ റെഗുലർ ബാച്ച് അല്ലെങ്കിൽ ക്രാഷ് ബാച്ചിനും ഒക്കെ അവൈലബിൾ ആണ്. സോ ആ രീതിയിൽ നന്നായിട്ട് നിങ്ങളൊക്കെ പഠിക്കുക.